ഈശോ മിശിഹായിൽ ഒത്തിരിയേറെ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥത്തില് ഒത്തിരിയേറെ ദൈവാനുഗ്രഹങ്ങളും കൃപകളും സ്വീകരിച്ച് ഇന്ന് വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ മരണത്തിരുനാളിൽ നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആഗതമാകുന്ന പുണ്യപിതാവിന്റെ മരണത്തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം തരുകയാണ്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന മനോഹരമായ ഒരു ഇറ്റാലിയൻ സിനിമയുണ്ട്. ആ സിനിമയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് നാസികളുടെ ക്യാമ്പാണ്. ജനങ്ങളെ തട്ടിക്കൊണ്ടുപോയി നാസികള് തടവറയിൽ പാർപ്പിച്ചിരിക്കുന്നതാണ് അതിന്റെ പശ്ചാത്തലം. മൂർ എന്ന് പറയുന്ന ഒരു മനുഷ്യനും അദ്ദേഹത്തിന്റെ 4 വയസ്സുള്ള ഒരു മകനുമാണ് ഈ ക്യാമ്പിൽ അകപ്പെട്ടിരിക്കുന്നത്. ക്യാമ്പിന്റെ നാസികളുടെ ക്രൂരതകള് ഈ കുഞ്ഞറിയാതിരിക്കുവാനായിട്ട് ഈ പിതാവ് ഈ കുഞ്ഞിനോട് പറഞ്ഞു കൊടുത്തു, ഇതൊരു ഗെയിമാണ്. ഒരുപാട് ടാസ്കുകൾ ഇവര് നമുക്ക് തരും. അത് നമ്മൾ നിർവഹിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുമ്പോൾ നമുക്കിവർ സമ്മാനം നൽകും. ഈ കുഞ്ഞ് ഈ അപ്പൻ പറഞ്ഞത് വിശ്വസിച്ചു. എന്നിട്ട് കുഞ്ഞിനോട് പറഞ്ഞു, ഓരോ സമയത്തും നാസികളുടെ പട്ടാളക്കാരുടെ പിടിയിൽ അകപ്പെടാതിരിക്കുവാനായിട്ട് ഈ അപ്പൻ കുഞ്ഞിനെയും കൊണ്ട് ഒളിക്കുവാൻ തുടങ്ങി. കുഞ്ഞിനെ അലമാരിയിൽ അപ്പൻ പൂട്ടിവെക്കും. അപ്പോൾ കുഞ്ഞ് ചോദിക്കും, എന്തിനാണ് അപ്പ എന്നെ അലമാരിയിൽ പൂട്ടിവെക്കുന്നത്? അപ്പോൾ അപ്പൻ പറയും, നീ അലമാരിയിൽ നിശബ്ദനായിട്ടിരിക്കുകയാണെങ്കിൽ 100 പോയിന്റ് നമുക്ക് ബോണസ് ആയിട്ട് കിട്ടും. ഇങ്ങനെ അപ്പൻ പറയുന്നത് കേട്ട് ഈ കുഞ്ഞ് കടന്നു പോവുകയാണ്. അമ്മയെ കാണണമെന്ന് പറഞ്ഞ് ഈ കുഞ്ഞ് വാശി പിടിച്ചപ്പോൾ അപ്പൻ പറഞ്ഞു, നീ ഒച്ച വയ്ക്കാതിരിക്കുകയാണെങ്കിൽ 1000 പോയിന്റാണ് ബോണസ് നമുക്ക് കിട്ടുക. അങ്ങനെ ഈ കുഞ്ഞിനെ ഈ നാസികളുടെ ക്രൂരത ഒരു കളിയാക്കി, ഒരു ഗെയിമാക്കി അപ്പൻ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ഈ കുഞ്ഞിന്റെ ഊഴം വരികയാണ്. കുഞ്ഞിനെ വധിക്കുന്ന ഊഴം വന്നപ്പോൾ ഈ അപ്പൻ ഈ കുഞ്ഞിന് പകരം ബലിയാടാവുകയാണ്. നാളുകൾക്ക് ശേഷം ഈ കുഞ്ഞ് വളർന്നു കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞ് പറയുകയാണ്, എന്റെ ജീവിതം എന്ന് പറയുന്നത് എന്റെ അപ്പന്റെ ത്യാഗമാണ്. എന്റെ ജീവിതം എന്ന് പറയുന്നത് എന്റെ അപ്പന്റെ ത്യാഗമാണ്. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ മരണത്തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധ യൗസേപ്പ് പിതാവിലും നമ്മൾ കണ്ടുമുട്ടുന്നത് ഒരു നല്ല അപ്പനെയാണ്. ഉണ്ണിമിശിഹായെയും പരിശുദ്ധ അമ്മയും എപ്പോഴും കാത്തുപരിപാലിക്കുന്ന വിശ്വസ്തനായ നല്ലൊരു അപ്പനെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. ഈ തിരുനാളിനുള്ള അടുത്ത ഒരുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളൊക്കെ ഈ ദേവാലയത്തിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിനെ പറ്റി ഒത്തിരി ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാന പ്രസംഗങ്ങളും വചനപ്രഘോഷണങ്ങളൊക്കെ കേട്ട് കടന്നുപോയവരാണ്. നമ്മളും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്, ഒരു നല്ല അപ്പനാകുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? അപ്പന്മാര് മാത്രം ചിന്തിച്ചാൽ പോരാ, അമ്മമാരും കുഞ്ഞുങ്ങളും ഒക്കെ ചിന്തിക്കണം. ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങള് വിശ്വസ്തയോടെ നിർവഹിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ചെറുതും വലുതുമായ സഹനങ്ങള് നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുമ്പോൾ യൗസേപ്പ് പിതാവ് കണക്ക് അത് സ്വീകരിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ആത്മശോധന ചെയ്യാം നമുക്ക്. യൗസേപ്പ് പിതാവിനെ പറ്റി എപ്പോഴും പറഞ്ഞു വെക്കുന്നത് നമ്മുടെയൊക്കെ വീടിന്റെ മുൻപിൽ വെക്കുന്ന കോലമാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ അറിയാവോ എന്ന് അറിയത്തില്ല എനിക്ക്. ഈ ചട്ടിയില് വികൃതമായ രൂപങ്ങളൊക്കെ, ഒരു കണ്ണൊക്കെ വരച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സിനിമയിലെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഈ പാടത്ത് വീടിന്റെ മുമ്പിലൊക്കെ കോലം വെക്കുക എന്ന് പറയും. തലയിൽ ഇങ്ങനെ ചട്ടിയൊക്കെ വെച്ച് പാൻറ് ഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ അതില് കച്ചിയൊക്കെ നിറച്ച് ഇങ്ങനെ വെക്കാറുണ്ട്. ഈ കോലം വീടിന്റെ മുമ്പിൽ വെക്കുമ്പോൾ ഈ കോലം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. സഹോദര, കണ്ണേറെനിക്ക് കല്ലേറെനിക്ക് നീ വളരുക. ഈ കോലത്തിന്റെ പുറകില് ഉയർന്നു പോകുന്ന കെട്ടിട സമുച്ചയത്തെ നോക്കിക്കൊണ്ട് ഈ കോലം പറയുന്നതാണ്, സഹോദര, കണ്ണേറെനിക്ക് കല്ലേറെനിക്ക് നീ വളരുക. വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ജീവിതവും ഇത് തന്നെയാ പറഞ്ഞു വെക്കുന്നത്. ദൈവം ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടെ നിർവഹിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയും ഉണ്ണിമിശിഹായെയും ചേർത്ത് വെച്ചുകൊണ്ട് ദൈവഹിതപ്രകാരം, ദൈവം പറഞ്ഞത് പ്രകാരം സംരക്ഷിച്ച് വിശ്വസ്തയോടെ കടന്നുപോയ വ്യക്തിത്വം. സഹനങ്ങളുണ്ടായിരുന്നു, വേദനകളുണ്ടായിരുന്നു, പക്ഷേ സധൈര്യം ദൈവത്തിന്റെ പദ്ധതികളോട്,
ദൈവഹിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ആ പുണ്യപിതാവ് നിറവേറ്റുകയാണ്. നമ്മുടെ ജീവിതവും ഇത് തന്നെയായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന പദ്ധതികൾ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് യോസേപ്പ് പിതാവ് കണക്ക് നിശബ്ദമായിട്ട് ദൈവത്തിന് മുമ്പിൽ ആയിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ തിരക്കുകൾക്കിടയിൽ അല്പസമയം തമ്പുരാന്റെ സ്വരം കേൾക്കുവാനായിട്ട് മാറ്റിവെച്ചുകൊണ്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന പദ്ധതികള്, ദൗത്യങ്ങള് വിശ്വസ്തയോടെ നിർവഹിച്ചുകൊണ്ട് ഒരു നല്ല അപ്പനാകുവാനായിട്ട്, ദൈവത്തിന്റെ മുമ്പില് വിശ്വസ്തയോടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ പിതാവിന്റെ ആഗതമാകുന്ന മരണത്തിരുനാളിന്റെ മംഗളങ്ങൾ നേരുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തെയും ചേർത്ത് വെച്ചുകൊണ്ട് ആ നല്ല പിതാവിനോട് ചേർത്ത് വെച്ചുകൊണ്ട് പരിശോധിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.